ഒരുമിച്ച് പോവോ? എന്താണ് പേര്? ഇവിടെ എവിടെ? പൊട്ടിച്ച് തന്നോന്നാണ് പറയുന്നത്. ഹലോ, ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ പ്രത്യേകമായ സന്തോഷവും അഭിമാനവും നിറയ്ക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. PTM-NSS കോളേജ് PDC ബാച്ച് 85-87 ആലുമിനി കൂട്ടായ്മയുടെ 9ാം വാർഷികം നമ്മൾ സാഫല്യം ഓൾഡേജ് ഹോമിലെ അന്തേവാസികൾക്കൊപ്പം. നമ്മുടെ ആലുമിനി കൂട്ടായ്മയുടെ 9ാം വാർഷികം ഒരു സാധാരണ ആഘോഷമായി മാത്രം നടത്താതെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു സേവന പ്രവർത്തനമായി ആചരിക്കണമെന്നുള്ള ആഗ്രഹം എല്ലാവരിലും ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ ഫലമായാണ് 2026 ഫെബ്രുവരി 3-ാം തീയതി നമ്മുടെ ആലുമിനി കൂട്ടായ്മയുടെ അംഗങ്ങൾ സാഫല്യം ഹാൻഡിക്യാപ്ഡ് ഓൾഡ് ഏജ് ഹോം കൊറ്റാമം അവിടേക്ക് സന്ദർശനം നടത്തിയത്. സ്നേഹവും കരുണയും പങ്കുവച്ച ആ ദിനത്തിൻ്റെ മനോഹരമായ ഓർമ്മകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 10 മണിയോടെ ഞങ്ങളെല്ലാം സാഫല്യത്തിലെത്തി. ഞങ്ങളവിടെ എത്തുമ്പോൾ അവിടെയുള്ള ഓരോ മുഖത്തിലും ഞങ്ങളെ വരവേൽക്കുന്ന സ്നേഹപൂർവമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. മാനേജർ ഞങ്ങൾക്കെല്ലാം സ്വാഗതം പറഞ്ഞു. പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. എൻ്റെ പേര് അജിത് കുമാർ, എൻ്റെ മാനേജറാണ്. ആദ്യമായിട്ട് ധനുശ്വരം കോളേജിലെ 85-87 ബാച്ച് പ്രീ ഡിഗ്രി, അതിലെ നല്ലൊരു കൂട്ടായ്മ നമ്മുടെ ഓർക്കാനും നമ്മുടെ ഒപ്പം പങ്കെടുക്കാൻ പങ്കാളികളാവാനും അതിലുപരി നമുക്ക് ഡ്രസ്സ് അതുപോലെ തന്നെ കസേരകൾ ഇങ്ങനെ ഒരു കൂട്ടം സമ്മാനങ്ങളുമായി എത്തിയ അവരെ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സാഫല്യം വയോജന ഭിന്നശേഷി പരിപാലന കേന്ദ്രം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ സ്വന്തം സ്ഥലം, കെട്ടിടം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ജില്ലാ പഞ്ചായത്ത് നേരിട്ട് തന്നെയാണ് ഈ സ്ഥാപനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് 31 അംഗങ്ങളുണ്ട്. 36 പേരെ പാർപ്പിക്കുന്നതിന് ഓർഫനേജ് കൺട്രോൾ ബോർഡ് അനുവാദവും തന്നിട്ടുണ്ട്. അത് നമ്മൾ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് ആരെയും ഉണ്ടാക്കിയതല്ല, അവർ തന്നെ ഓരോ സാഹചര്യത്തിലായിട്ട് സ്ഥാപനം അന്വേഷിച്ച് അപേക്ഷ കൊടുത്ത് വന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും ഏത് രാത്രിയിലും ഗേറ്റ് തുറന്നിടാം എന്നൊരു കൂടിയുണ്ട്. നമ്മൾ ഇതിപ്പോൾ ഈ അതിലിപ്പോൾ റെയിൽവേക്ക് സ്ഥലം പോയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് സൈഡ് വാൾ ചെയ്തതാണ്. ഈ സമയത്തൊന്നും നമുക്ക് ഗേറ്റില്ല, കൂട്ടാതെ തന്നെയാണ് സ്ഥാപനം കിടന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തിനടുപ്പിച്ച് വരെ ഇങ്ങനെ ഒരു അവസ്ഥ, ഒരു 3-4 മാസം കുറയാതെ ഗേറ്റില്ലാതെ തന്നെ കിടന്നു. എല്ലാവരും ഭിന്നശേഷിക്കാരാണ്. ഭൂരിഭാഗം പേരും ചെറുപ്പത്തിൽ തന്നെ അവരുടെ ജീവിതം ആരംഭിച്ച ആ ഒരു ഘട്ടത്തിൽ പോളിയോ അല്ലെങ്കിൽ ആ സമയത്ത് വന്ന ചെറിയ അസുഖങ്ങൾ കാരണം ഭിന്നശേഷിക്കാരായി മാറിയവരാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇത് 16ാമത്തെ വർഷമാണ്. 15ാം വർഷം നമ്മൾ കഴിഞ്ഞ വർഷം വളരെ ഗംഭീരമായി ആഘോഷിച്ചു. അന്ന് നമുക്കിതുപോലെ എല്ലാവർക്കും അതിലുള്ളൊരു ബെഡ്ഷീറ്റാണ് ഇപ്പോൾ മാറ്റി വെച്ചിട്ട് വിരിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ നമ്മുടെ കണ്ടിരിക്കുന്നു ജോർജ് പുള്ളിക്കാരൻ്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടറും കുടുംബവുമാണ്, അവർ സ്പോൺസർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ അന്ന് നല്ല രീതിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ എല്ലാവരും വന്ന് നല്ലൊരു പ്രോഗ്രാം വന്ന് കണ്ടക്ട് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം എനിക്ക് തോന്നുന്നു വലിയൊരു പ്രോഗ്രാം ഇന്നാണ്. അല്ല, ഗസ്റ്റുകളൊക്കെ വരും, ഫുഡും അങ്ങനെ ചെറിയ കൂട്ടായ്മകളായിട്ട് അങ്ങ് പോകുന്നതാണ്. വലിയൊരു ഇതായിട്ട് എല്ലാവരും എത്തിച്ചേർന്നു. അതിലെല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അർപ്പിക്കുകയാണ്.
നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിനെ പറ്റി സംസാരിക്കുവാൻ, നമ്മുടെ ഗ്രൂപ്പിനെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ പ്രിയപ്പെട്ട ഷാജിയെ ക്ഷണിക്കുവാണേ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കംഫർട്ടബിൾ ആണെന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾ കുറേ സമയമായിട്ട് ഇരിക്കുകയാണ്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് വൈകിട്ടില്ല. അപ്പം സാറ് സൂചിപ്പിച്ച പോലെ നമ്മുടെ 85-87 കാലഘട്ടത്തിൽ ധനുവച്ചം കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ആൾക്കാർ 87 നമ്മളവിടെ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം 2017 ഫെബ്രുവരി മാസമാണ് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഏതാണ്ട് 30 വർഷങ്ങൾ തുടങ്ങിയിട്ട് 9 വർഷം. അവിടുത്തെ അന്തേവാസിയായ അമ്മ നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിച്ചു. അത് കേൾക്കാം. ഒരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ കുമാരനെ കാണും, ഞാൻ കുമാരനെ കാണും. ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കില്ല, ഗോപകുമാരനെ കാണും, ഞാൻ ഗോപകുമാരനെ കാണും. ഓടൽ ഞാൻ ചോദിക്കും, ഓടൽ കുടൽ ഞാൻ ചോദിക്കും, രാഗപരാഗങ്ങളൊഴുകി വരും, ഞാനൊരു യൗന നദിയാകും. നീലക്കടമ്പുകൾ താനേ പൂക്കും, കാനവൃന്ദം വീശും, ശ്രീകൃഷ്ണ കാനവൃന്ദം വീശും. ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും. നമുക്ക് വേണ്ടി ഗാനം ആലപിച്ച അമ്മയ്ക്ക് പ്രത്യേകം നന്ദി. തുടർന്ന് നമ്മുടെ കേക്ക് കട്ടിങ് ഓൾഡ് ഏജ് ഹോമിലെ തന്നെ പ്രിയപ്പെട്ട അംഗം ജോർജ് അച്ചായനാണ് ചെയ്തത്.
തുടർന്ന് അവിടുത്തെ അന്തേവാസികൾക്ക് ആവശ്യമായ ബെഡ്ഷീറ്റ്, കസേരകളുമെല്ലാം അലുമിനി കൂട്ടായ്മ സമ്മാനമായി നൽകി. ശരിക്കും ആ നിമിഷങ്ങളിൽ അവിടെയുള്ളവരുടെ കണ്ണുകളിൽ കണ്ട സന്തോഷം നമുക്ക് വാക്കുകളിൽ വിവരിക്കാൻ പറ്റാത്തതായിരുന്നു. ചിലർ നന്ദിയോടെ കൈപിടിച്ചു, ചിലർ സ്നേഹത്തോടെ ആശീർവദിച്ചു, ചിലരുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീർ പോലും നിറഞ്ഞു. പിന്നെ എല്ലാവരും ഒരുമിച്ച് സ്നേഹവിരുന്നിൽ പങ്കെടുത്തു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഭക്ഷണം വിളമ്പിക്കൊടുക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ആ നിമിഷങ്ങൾ മനസ്സിനെ കൂടുതൽ ആർദ്രമാക്കി. ആ ദിവസത്തിൻ്റെ മറ്റൊരു മനോഹരമായ ഭാഗമായിരുന്നു വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ. ഭാവിയിലേക്കുള്ള പ്രതീക്ഷയുടെ പ്രതീകമായി ആലുമിനി അംഗങ്ങൾ ചേർന്ന് തൈകൾ നട്ടു. കൃഷിക്കാരനാണ്. കൃഷിക്കാരൻ തൊഴിലാളി താഴെ വരെ പോകണം. അപ്പൊ നീ കർഷകൻ തന്നെ കേട്ടാ. ഇവിടെ നട്ട ആ ചെറിയ തൈകൾ നാളെ ഒരു വലിയ തണലായി വളരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സ്നേഹവും സൗഹൃദവും സേവന മനോഭാവവും വർഷങ്ങളോളം വളർന്നു പുഷ്പിക്കട്ടെ. ഈ 9ാം വാർഷികം നമ്മെ വീണ്ടും ഓർമ്മിപ്പിച്ചത് ഒരു വലിയ സത്യമാണ്. സൗഹൃദത്തിൻ്റെ യഥാർത്ഥാർത്ഥം ഒരുമിച്ച് ആഹ്ലാദിക്കൽ മാത്രമല്ല, ആവശ്യമായ സമയത്ത് മറ്റുള്ളവർക്കൊപ്പം നിൽക്കുന്നതിനാണ്. PTM NSS 85-87 PDC ബാച്ചിൻ്റെ ആലുമിനി കൂട്ടായ്മയുടെ ഈ സ്നേഹയാത്രയിൽ പങ്കാളികളായ എല്ലാ സുഹൃത്തുക്കൾക്കും സാഫല്യം കുടുംബത്തിനും ഈ മനോഹരമായ നിമിഷങ്ങൾ സഫലമാക്കാൻ സഹകരിച്ച ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സ്നേഹം പങ്കുവച്ചാൽ അത് ഇരട്ടിയാകും.
കരുണ നൽകുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാകും. സൗഹൃദം, സേവനത്തോടൊപ്പം ചേരുമ്പോൾ സമൂഹം കൂടുതൽ മനുഷ്യത്വപരമാകും. ഈ ദിവസം കൂടുതൽ മനോഹരവും അർത്ഥവത്തുമാക്കാൻ കൂടെ കൂടിയ എല്ലാ ഫ്രണ്ട്സിനും വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. നന്ദി.